നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. ചിലർ ഒരു നല്ല ജോലി ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചിലർക്ക് വിവാഹ തടസ്സം മാറണം. ചിലർക്കാകട്ടെ കടബാധ്യതകളിൽ നിന്ന് മോചനം തേടുന്നു. ചിലർക്ക് സ്വന്തം വീടെന്ന സ്വപ്നം പൂവണിയണം. മറ്റു ചിലർക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ ലഭിക്കണം എന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എന്നാൽ ഒരു കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു. നമ്മളുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, വഴിപാടുകളും നേർച്ചകളും ചെയ്യുന്നു. പക്ഷെ ചിലപ്പോൾ എല്ലാം ചെയ്തിട്ടും പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ വരും. അപ്പോൾ പലരും നിരാശരാകുന്നു. ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന ചിന്ത പോലും മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും ആരെയും കൈവിടുന്നില്ല. ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടി ഉടനെ ആകില്ല. ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ നല്ല വഴിയിലേക്ക് നയിക്കുവാനുള്ള ഒരു കാത്തിരിപ്പായിരിക്കാം. അത്തരം ഒരു സമയത്ത് അനേകം ഭക്തർ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ജപിച്ചു വരുന്ന ഭദ്രകാളി അമ്മയുടെ 3 ദിവ്യനാമങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ നാമങ്ങൾ ആത്മാർത്ഥമായി ജപിച്ചതിലൂടെ മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും ലഭിച്ചതായി പല ഭക്തരും അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ആദ്യം തന്നെ ഓർക്കണം. മന്ത്രജപം എന്നത് പരിശ്രമത്തിന് പകരമല്ല, നമ്മുടെ ആത്മവിശ്വാസവും മനസ്സിന്റെ ഏകാഗ്രതയും വർദ്ധിപ്പിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ആത്മീയമായ കരുത്ത് നൽകുന്ന ഒരു മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ 3 നാമങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ജപിക്കണം, എത്ര ദിവസം ജപിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതെല്ലാം വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഭദ്രകാളി അമ്മയുടെ മഹത്വം. പ്രിയപ്പെട്ടവരെ, ഭദ്രകാളി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മയെ പലരും ഉഗ്രരൂപത്തിലുള്ള ദേവിയായാണ് കാണുന്നത്. എന്നാൽ ഭക്തന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഭദ്രകാളി അമ്മ ഒരു അമ്മ തന്നെയാണ്. സ്വന്തം മക്കളെ സംരക്ഷിക്കുകയും അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ധൈര്യം നൽകുകയും ചെയ്യുന്ന മാതൃശക്തി. നമ്മുടെ കേരളത്തിലെ അനേകം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇന്നും ആയിരക്കണക്കിന് ഭക്തർ എത്തുന്നത് ഒരു കാരണത്താലാണ്. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അവർ അമ്മയെ വിളിച്ചു, മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ആത്മവിശ്വാസമാണ് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭദ്രകാളി അമ്മയുടെ നാമസ്മരണം ഒരു അത്ഭുതം കാണിക്കുന്ന മാന്ത്രിക വിദ്യയല്ല, മറിച്ച് തളർന്ന മനസ്സിന് വീണ്ടും എഴുന്നേൽക്കുവാനുള്ള ശക്തി നൽകുന്ന ആത്മീയ ആശ്രയമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഭദ്രകാളി അമ്മയുടെ ഈ 3 ദിവ്യനാമങ്ങൾ എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യമുള്ളതാണ്? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ഒരിക്കലും അസാധ്യമായ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമാകുവാനും ചിന്തകൾക്ക് വ്യക്തത വരുവാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുമുള്ള ധൈര്യം ലഭിക്കുവാനുമാണ് ദൈവസ്മരണ നമ്മളെ സഹായിക്കുന്നത്. ഭദ്രകാളി അമ്മയുടെ കാര്യത്തിലും അതുതന്നെയാണ് പറയുവാനുള്ളത്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും ആരും കൂടെയില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങളിലും എത്ര വാതിലുകൾ മുട്ടിയിട്ടും ഒന്നും ശരിയാകാതെ നിൽക്കുന്ന സമയത്തും ഭക്തർ ഏറ്റവും കൂടുതൽ അഭയം തേടുന്ന ദേവതകളിൽ ഒരാളാണ് ഭദ്രകാളി അമ്മ. പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അമ്മയുടെ നാമം ജപിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒരു പരിശ്രമവും നടക്കാതെ എല്ലാം അത്ഭുതം പോലെ നടന്നു കിട്ടും എന്ന ചിന്ത ശരിയല്ല. ഭക്തിയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതയാത്രയ്ക്ക് ശക്തി നൽകുന്നവയാണ്. എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു കർഷകൻ നല്ല വിത്ത് വിതച്ചിട്ട് മഴയ്ക്കായി പ്രാർത്ഥിക്കുമെന്നാൽ വയലിൽ ഇറങ്ങി കൃഷി ചെയ്യേണ്ടത് അയാൾ തന്നെയാണ്. അതുപോലെ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നന്നായി പഠിക്കുകയും വേണം. ഒരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തി അപേക്ഷിക്കുകയും തയ്യാറെടുപ്പ് നടത്തുകയും വേണം. അപ്പോഴാണ് പ്രാർത്ഥനയും പരിശ്രമവും ഒരുമിച്ച് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. ഇപ്പോൾ പറയാൻ പോകുന്ന 3 ദിവ്യനാമങ്ങളും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആദ്യ നാമം ഓം ഭദ്രകാളിയെ നമ. ഈ ഒരു നാമം എത്ര ലളിതമാണോ അത്ര തന്നെ ആഴമുള്ള അർത്ഥവും ഈ നാമത്തിനുണ്ട്. ഭദ്രം എന്ന വാക്കിന് മംഗളം, ഐശ്വര്യം, സംരക്ഷണം എന്നിങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി അമ്മയെ ഭക്തർ വെറും ഉഗ്രരൂപത്തിലുള്ള ദേവിയായല്ല കാണുന്നത്. സങ്കടപ്പെടുന്ന മക്കളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന അമ്മയായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ എല്ലാം ശരിയാകുമെന്ന് കരുതിയ
സമയത്ത് ഒന്നും നടക്കാതെ പോയ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാതെ പോയവർ, വിവാഹം നീണ്ടുപോയവർ, കടബാധ്യതകളിൽ തളർന്നവർ, കുടുംബ പ്രശ്നങ്ങൾ കാരണം മനസ്സ് തകർന്നവർ, അങ്ങനെയുള്ള എത്രയോ പേർക്ക് അവസാനം ആശ്രയമായി ദൈവസന്നിധി മാത്രമാണ് മുന്നിൽ തെളിയുന്നത്. അത്തരം നിമിഷങ്ങളിൽ മനസ്സ് തളരാതെ പിടിച്ചു നിർത്തുവാൻ സഹായിക്കുന്നതാണ് നാമസ്മരണം. ഈ നാമം ജപിക്കുമ്പോൾ വെറും അതരം മാത്രം ചലിക്കരുത്, മനസ്സും കൂടി ജപിക്കണം. അമ്മയുടെ തിരുവടിയിൽ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: അമ്മേ, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നീ എനിക്ക് തരണം ചെയ്യുവാനുള്ള ധൈര്യം നൽകണമേ. ഞാൻ ചെയ്യുന്ന സത്യസന്ധമായ പരിശ്രമങ്ങൾക്ക് നിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ. തളർന്നു പോകാതെ മുന്നോട്ട് നടക്കുവാനുള്ള മനക്കരുത്ത് എനിക്ക് നൽകണമേ. എന്റെ ജീവിതത്തിൽ നല്ല വഴികൾ തുറന്നു വരട്ടെ. ഈ ഭാവത്തോടെ ജപിക്കുമ്പോൾ പല ഭക്തരും തങ്ങളുടെ മനസ്സിലൊരു പുതിയ വിശ്വാസം ജനിച്ചതായി പറയാറുണ്ട്. ഇന്നലെ വരെ എനിക്കൊന്നും നടക്കില്ല എന്ന് കരുതിയ മനസ്സ് ഞാൻ വീണ്ടും ശ്രമിക്കും എന്ന ആത്മവിശ്വാസത്തിലേക്ക് മാറുന്നത് തന്നെയാണ് പലപ്പോഴും ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ നാമം വെറും വാക്കല്ല, അത് പ്രതീക്ഷ നഷ്ടപ്പെട്ട മനസ്സിൽ ഒരു ദീപം തെളിയിക്കുന്ന പ്രാർത്ഥനയാണ്. ഓം ഭദ്രകാളിയെ നമ. ഓരോ പ്രാവശ്യവും ഈ നാമം ജപിക്കുമ്പോൾ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന വിശ്വാസത്തോടെ നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആത്മാർത്ഥമായി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ നാമം ഓം കാലരാത്രിയെ നമ. ഈ നാമം കേൾക്കുമ്പോൾ ചിലർക്ക് ഭയം തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നാമത്തിന്റെ അർത്ഥം ഭയമല്ല, ഭയത്തെ ഇല്ലാതാക്കുന്ന ശക്തി എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും, എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകില്ല. ഒരു വാതിൽ തുറക്കുമെന്ന് കരുതുമ്പോൾ അത് അടയും. ഒരാളെ വിശ്വസിക്കുമ്പോൾ അയാൾ കൈവിടും. സ്വന്തമെന്ന് കരുതിയവരും അകന്നു പോകും. അപ്പോൾ മനസ്സിൽ ഒരേ ഒരു ചോദ്യമാകും: ഇനി ഞാൻ എന്തു ചെയ്യും? അത്തരം നിമിഷങ്ങളിൽ പലരും മനസ്സുകൊണ്ട് തകർന്നു പോകും. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരാൾ ഒരിക്കലും പൂർണ്ണമായി തകരില്ല. കാരണം അവന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടാകും. ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ശക്തി പകരുവാൻ ഭക്തർ ജപിച്ചു വരുന്ന നാമങ്ങളിൽ ഒന്നാണ് ഓം കാലരാത്രിയെ നമ. ഈ നാമം ജപിക്കുമ്പോൾ അമ്മയുടെ മുന്നിൽ നിങ്ങളുടെ എല്ലാ ഭയങ്ങളും സങ്കടങ്ങളും സമർപ്പിക്കണം. അമ്മേ, എന്നെ ഭയപ്പെടുത്തുന്ന എല്ലാ ചിന്തകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. എന്റെ മനസ്സിലെ ഇരുട്ട് നീക്കി പ്രതീക്ഷയുടെ വെളിച്ചം നിറയ്ക്കണമേ. എത്ര തടസ്സങ്ങൾ വന്നാലും തളരാതെ മുന്നോട്ടു പോകുവാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ. എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുവാൻ അനുഗ്രഹിക്കണമേ. ഈ ഭാവത്തോടെ ജപിക്കുമ്പോൾ മനസ്സിലൊരു പ്രത്യേക ശാന്തത അനുഭവപ്പെടുന്നതായി നിരവധി ഭക്തർ പങ്കുവെക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എപ്പോഴും ഓർക്കണം: ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ തോൽവി. പക്ഷെ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനസ്സ് എത്ര ഇരുണ്ട രാത്രിയായാലും ഒരു പുതിയ പ്രഭാതം വരുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നാമം ജപിക്കുമ്പോൾ മനസ്സിൽ ഒരു ചിന്ത മാത്രം സൂക്ഷിക്കുക: ഇന്ന് എന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇത് ശാശ്വതമല്ല. അമ്മയുടെ അനുഗ്രഹത്തോടെയും എന്റെ ആത്മാർത്ഥമായ പരിശ്രമത്തോടെയും നല്ല ദിവസങ്ങൾ എനിക്കും വരും. ഈ വിശ്വാസം തന്നെയാണ് മനുഷ്യനെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത്. ആ വിശ്വാസത്തോടെയാണ് ഈ നാമം ജപിക്കേണ്ടത്. ഓം കാലരാത്രിയെ നമ. ഇനി മൂന്നാമത്തെ നാമം ഓം സുമുഖി കാളിയെ നമ. ഭദ്രകാളി അമ്മയെ ഉഗ്രരൂപത്തിൽ മാത്രം കാണുന്നവരാണ് പലരും. എന്നാൽ ഭക്തന്റെ ഹൃദയത്തിൽ അമ്മ എന്നും സ്നേഹവും കാരുണ്യവും നിറഞ്ഞ മാതാവാണ്. ആ മാതൃസ്നേഹത്തെയും സൗമ്യതയും കൃപയെയും ഓർമ്മിപ്പിക്കുന്ന നാമമാണിത്. ഓം സുമുഖി കാളിയെ നമ. ജീവിതത്തിൽ ഒരുപാട് വാതിലുകൾ നമ്മളുടെ മുന്നിൽ അടഞ്ഞു പോകാറുണ്ട്. പലരും നമ്മളെ മനസ്സിലാക്കാതെ പോകും. ചിലപ്പോൾ നമ്മൾ സത്യസന്ധമായി ചെയ്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവർ തെറ്റായി കാണും. അങ്ങനെ ഒരവസ്ഥയിൽ മനുഷ്യൻ ആദ്യം നഷ്ടപ്പെടുത്തുന്നത് പണവും ജോലിയുമല്ല, സ്വന്തം ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം തിരികെ നേടുവാൻ ആദ്യം മനസ്സിൽ സമാധാനം വരണം. മനസ്സിന് സമാധാനം വന്നാൽ ചിന്തകൾക്കും വ്യക്തത വരും. വ്യക്തത വന്നാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. അതാണ് പലപ്പോഴും ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാമം ജപിക്കുമ്പോൾ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം:
അമ്മേ, എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നിന്റെ തിരുവടിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഉള്ളിലെ നിരാശ മാറ്റി പ്രതീക്ഷ നിറയ്ക്കണമേ. എൻ്റെ ജീവിതത്തിന് നല്ലൊരു ദിശ കാണിച്ചു തരണമേ. ഞാൻ ചെയ്യുന്ന സത്യസന്ധമായ എല്ലാ ശ്രമങ്ങൾക്കും നിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ. എനിക്കും എൻ്റെ കുടുംബത്തിനും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും നല്ല അവസരങ്ങളും ലഭിക്കണമേ. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മൾ ജപിക്കുന്ന ഓരോ നാമവും ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നതിന് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താനും കൂടിയാണ്. പ്രതീക്ഷ കൈവിട്ട ഒരാൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകുവാനും, കരഞ്ഞു തളർന്ന ഒരാളെ വീണ്ടും എഴുന്നേൽപ്പിക്കുവാനും, എനിക്ക് ഇനി കഴിയില്ല എന്ന് കരുതുന്ന ഒരാളുടെ മനസ്സിൽ വീണ്ടും ഞാൻ ശ്രമിക്കും എന്ന ചിന്ത ഉണ്ടാക്കാനും ദൈവസ്മരണയ്ക്ക് കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അതുകൊണ്ട് ഈ 3 നാമങ്ങളും ജപിക്കുമ്പോൾ മനസ്സിലൊരു കാര്യം മാത്രം ഉറപ്പിക്കുക: എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമെന്ന പ്രതീക്ഷ ഞാൻ കൈവിടില്ല. അമ്മയുടെ അനുഗ്രഹവും എൻ്റെ ആത്മാർത്ഥമായ പരിശ്രമവും കൂടെയുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ വിശ്വാസത്തോടെ ഭക്തിയോടെ ഈ 3 നാമങ്ങളും ജപിക്കുക. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.